മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുമായുള്ള CMRL കമ്പനിയുടെ ബന്ധം അന്വേഷിക്കാൻ കേന്ദ്രം 3 അംഗ സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. കമ്പനി വീണയുടെ കമ്പനിക്ക് നൽകിയ തുകയെക്കുറിച്ചായിരിക്കും അന്വേഷിക്കുക. 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംഘം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സാലോജിക്ക് CMRL കമ്പനിയിൽ നിന്നും തുക ഈടാക്കിയതായിട്ട് CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് തുക നൽകിയതായിട്ട് ലക്ഷക്കണക്കിന് രൂപ നൽകിയതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇത് കണ്ടെത്തിയത് CMRLന്റെ ഓഫീസിൽ നടന്ന വിവിധ റെയ്ഡുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം വേണം എന്നുള്ള കാര്യങ്ങൾ എത്തിയത്. നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലും അതിനുശേഷം ട്രിബ്യൂണലിലും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യക്തമായ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ തുനിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിന് വേണ്ടിയുള്ള സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ സംഘം കൃത്യമായി അന്വേഷണം നടത്തി 4 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ പരിധിയിൽ CMRL മാത്രമല്ല KSADCയും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇതുവരെ നേരത്തെ ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്ന് ഇക്കാര്യം വ്യക്തമായിരുന്നെങ്കിൽ പോലും കേന്ദ്രം പ്രത്യേക തരത്തിലുള്ള ഒരു അന്വേഷണം ഇതുവരെ ഏർപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ അന്വേഷണം കൂടിയാണ് കമ്പനികാര്യ വകുപ്പ്, കേന്ദ്ര സർക്കാരിന്റെ തന്നെ കമ്പനികാര്യ വകുപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജ് ഉടമസ്ഥയായിട്ടുള്ള എക്സാലോജിക്കിനെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധനസുമോദ്, നേരത്തെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വലിയ ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ വിമർശനങ്ങൾ മാത്രമായി അത് ഒതുങ്ങിപ്പോകുന്നു, മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാതിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സംഘം അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം തിരിച്ചടി നൽകുന്ന നടപടി കൂടിയാണ്? നേരത്തെ കോൺഗ്രസ് MLA മൂവാറ്റുപുഴ MLA ആയിട്ടുള്ള ഡോക്ടർ മാത്യു കുഴൽനാടനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ തരത്തിലുള്ള ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നെങ്കിൽ പോലും കൃത്യമായ ഒരു മറുപടി നൽകാനായിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയം തന്നെ ഇക്കാര്യത്തിൽ ഒരു തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കാര്യം ഇതൊരു രാഷ്ട്രീയമായി പിണറായി വിജയനെയും CPM-നെയും വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലാക്കുന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കാര്യം ആവുമ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാനായിട്ട് പല CPM നേതാക്കന്മാരും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട വസ്തുതയാണ്. മാത്രമല്ല പിണറായി വിജയൻ പ്രതിരോധത്തിലാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു മന്ത്രിമാർ പോലും എത്തുന്നില്ല എന്ന് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത് വീണ്ടും പുതിയ വെളിപ്പെടുത്തലുമായി മാത്യു കുഴൽനാടൻ ഇറങ്ങിയിരിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ CPM-നും അതേപോലെ തന്നെ പിണറായി വിജയനും ഒരേപോലെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് 3 മാസം മാത്രമാണ് പരമാവധി അവശേഷിക്കുന്നത്. മാർച്ച് 8-നാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വരാനിരിക്കുന്നത്. ഈ സമയത്ത് CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെ വലിയ യുദ്ധസന്നദ്ധമായിട്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് BJP-യുടെ ഒരു പ്രധാനമായിട്ടുള്ള ദൗത്യം. ഇതിലേക്ക് കൂടി ഒരു സഹായകരമാകുന്ന തരത്തിൽ ഒരു പിണറായി വിജയന്റെ ഒരു പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ BJP സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ധനസുമോദ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിന്റെ തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. CPM-ന്റെ പ്രതികരണം, ഒപ്പം തന്നെ പ്രതിപക്ഷമൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ധനസുമോദ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ധനസുമോദ്, ഈ വിഷയം ധനസുമോദ് പറഞ്ഞതുപോലെ നേരത്തെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ CPM ഒരു നിലപാട് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഔദ്യോഗികമായി തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ കേന്ദ്ര സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഒരുങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും CPM അതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുക? ധനസുമോദ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി
ഇതിപ്പോ സാമ്പത്തികമായ പരാതികളിലാണ് അന്വേഷണം വേണമെന്ന ഒരു വിലയിരുത്തൽ കേന്ദ്രം എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് CMRL, JSIDC എന്നിവയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 3 അംഗ സംഘത്തിനെയാണ് പ്രത്യേകിച്ച് ഒരു ഇത് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഈ തരത്തിലുള്ള ഒരു വാർത്തകൾ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നെങ്കിൽ പോലും ഇത് കൃത്യമായ ഒരു ഈ തരത്തിലുള്ള ഒരു അനധികൃതമായി തുക തങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന രീതിയിലായിരുന്നു എക്സാലോജിക്ക് സ്വീകരിച്ചിരുന്നത്. അതേസമയം കൃത്യമായ അനധികൃതമായ തുക കൈപ്പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് ഈ തരത്തിലുള്ള എക്സാലോജിക്ക് സമർപ്പിച്ച നികുതിക്ക് വേണ്ടി സമർപ്പിച്ച ഡോക്യുമെന്റിൽ പ്രധാനപ്പെട്ട രേഖകളിൽ എന്തുകൊണ്ട് CMRL നിന്നും കൈപ്പറ്റിയ തുക കൃത്യമായി കാണിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ CPM ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. CPM ആദ്യ പ്രതിരോധത്തിൽ വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി ആദ്യം പ്രതിരോധത്തിൽ ഇറങ്ങിയത് മുൻ മന്ത്രിയായിട്ടുള്ള AK ബാലനായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ചില ചോദ്യങ്ങൾ അക്കമിട്ട് തന്നെയായിരുന്നു കൃത്യമായിട്ട് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരുന്നത്. പക്ഷേ പിന്നീടുണ്ടായിരുന്ന മാത്യു കുഴൽ മാത്രമല്ല ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഡോക്ടർ മാത്യു കുഴൽനാടനും ഒരു പരിധിവരെ VD സതീശനും അല്ലാതെ ഒരു കൂട്ടായ ഒരു ആക്രമണം CPM നേരെ ഉണ്ടാകുകയോ മാത്രമല്ല ഒരു മുഖ്യമന്ത്രിയെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരു ആക്രമണം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കൃത്യമായ ഒരു കോർഡിനേഷൻ ചെയ്യാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് ആ പ്രതിപക്ഷത്തിന്റെ ആദ്യത്തെ ഒരാഴ്ച നീണ്ട സമരത്തിന് ശേഷം സമരം തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഒരു സമരത്തിനുള്ളൊരു മുഖം തുറന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം തന്നെയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി കൃത്യമായ ഒരു 3 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു സമയ പരിധി തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ടിന്റെ തന്നെ ആദ്യഘട്ട റിപ്പോർട്ട് ഒരു പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ വരും എന്ന് തന്നെയാണ് ഏകദേശം നമുക്കിപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന കഴിയുമ്പോൾ CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന CPM വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് ആക്കാൻ ഈ അന്വേഷണ റിപ്പോർട്ട് കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കാണുന്നത്. ശരി, ധൻസുമോദ്, കേരളത്തിലെ സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സൈഫ്, വലിയ ഗുരുതരമായൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നിട്ടും പ്രതിപക്ഷത്തിന് അത് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ആ സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണത്തിലെത്തുകയാണ്. എന്തായിരിക്കും ഇനി അങ്ങോട്ട് സംസ്ഥാന സർക്കാർ നേരിടാൻ പോകുന്നത്? ഈ ആരോപണത്തിന്റെ തലം മാറുകയാണോ? രശ്മ, ഇത് കേന്ദ്ര സംഘം എന്ന് പറയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യം കേരളത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 12 കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടം കറങ്ങി അന്വേഷണം നടത്തിയ ഒരു കേസിനെ കുറിച്ച് രേഷ്മയ്ക്ക് ഓർമ്മയുണ്ടാകും എന്ന് തോന്നുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ട് 12ഓളം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തിയത് നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. എന്നിട്ട് ഇത്രയും വർഷം കഴിയുന്നു, 2-3 വർഷം കഴിയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് കേന്ദ്ര ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് CMRL ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോൾ അതിൽ കേന്ദ്ര ഏജൻസികൾ വരുന്നു എന്നുള്ളത് അസ്വാഭാവികമായി കാണേണ്ടതൊന്നുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് നമുക്കതിനെ കാണാം. അത് കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ ഇടപെടലായി നമുക്കതിനെ വിലയിരുത്താം എന്നുള്ളതിനപ്പുറം മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് അവർ തന്നെയാണ്. ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാകാം. കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താം. അങ്ങനെ രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കും എന്നതിനപ്പുറം ഇതിനെ കണക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഇതിനെ
എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് തെറ്റില്ല എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിലയിരുത്തലാണ് CPM-ന്റെ നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നേതാക്കളുമായി നമുക്കിപ്പോ പുലർച്ചെ കഴിഞ്ഞിട്ട് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവരുടെ ഒരു വിലയിരുത്തൽ, അവരുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഈ സാധനത്തെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കെ കേന്ദ്ര ഏജൻസികളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. കേന്ദ്ര ഏജൻസികൾ വീണ്ടും കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതായിരിക്കും കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുക. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് വരും സമയങ്ങൾ മാത്രമേ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. രേഷ്മ, ശരി സെയ്ഫ്, അതാണെങ്കിലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുമായുള്ള CMRL കമ്പനിയുടെ ബന്ധം അന്വേഷിക്കാൻ കേന്ദ്രം ഒരുങ്ങുകയാണ്. 3 അംഗ സംഘത്തെ ഇതിനായി നിയോഗിച്ചിരിക്കുന്നു. കമ്പനി വീണയുടെ കമ്പനിക്ക് നൽകിയ തുകയെക്കുറിച്ചായിരിക്കും അന്വേഷിക്കുക. 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ധനസുമോദും തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈലാദ്ദീനും നൽകിയത്.